ഹലോ, ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ശരിക്കും പറഞ്ഞാൽ ചീറ്റിപ്പോയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഥയാണ് ഈ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻസും വരാറില്ല. ഞാൻ ഇഡലി, ദോശ, പാലപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കും. പക്ഷേ ചപ്പാത്തി മാത്രം മോർണിംഗ് ഉണ്ടാക്കില്ല. പുള്ളി കഴിക്കാറില്ല. പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ചപ്പാത്തി. അങ്ങനെ മോർണിംഗ് ടൈമിൽ ചപ്പാത്തി ഉണ്ടാക്കാറില്ല. നൈറ്റ് ടൈമിൽ മാത്രമേ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഇന്നലെ വൈകുന്നേരം അരി ഉഴുന്ന വെള്ളത്തിലൊക്കെ ഇടാൻ കുറച്ച് സമയം ഇതായതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നിങ്ങനെ വലിയ രീതിക്ക് ചിന്തിക്കാൻ പോയില്ല. പക്ഷേ ചെറിയ രീതിയിലെങ്കിലും ഒരു ചിന്ത വന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ പാലുണ്ട്, മുട്ടയുണ്ട്, എന്നാൽ ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരം പരവരാ വെളുത്തു. കെട്ടിയവൻ 5:15 പി ടിക്ക് പോയി. 6:30 തിരിച്ചു വന്നു. അപ്പോൾ 7 മണി ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആ ഉറക്കത്തിലും പറയുന്നുണ്ട്, ഇന്ന് ഓട്സും മുട്ടയും പാലുമാണ്, അതുകൊണ്ട് 7:30 ആകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതിയെന്ന്. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, എനിക്ക് ഓട്സ് വേണ്ട, മുട്ടയും ഓക്കെ, ഓട്സും പാലും എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ രാവിലെ ഓടി കഷ്ടപ്പെട്ടിട്ട് വരുന്ന എന്നോട് ഓട്സ് കഴിക്കാനോ? നൈറ്റ് ആണെങ്കിൽ ഞാൻ കഴിക്കാം, മോർണിംഗ് ആണെങ്കിൽ ഞാൻ കഴിക്കൂല എന്നുള്ള ഒറ്റ മറുപടി. അപ്പം തീർന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും അവിടെ മങ്ങി. ഞാൻ അങ്ങനെ പൊടി തട്ടി എഴുന്നേറ്റ് ഇനി എന്തുണ്ടാക്കുമെന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ്. ദോശ ഉണ്ടാക്കാൻ പറ്റത്തില്ല, പാലപ്പം ഉണ്ടാക്കാൻ പറ്റില്ല, ഇഡലി എന്തേലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇടിയപ്പത്തിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പൊടിയൊക്കെ എടുത്ത് ഏകദേശം ചൂടുവെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പം ഒരു കൺഫ്യൂഷൻ വരുന്നത് വേറൊന്നുമല്ല, ചൂടുവെള്ളം തിളപ്പിക്കണം, ചായ തിളപ്പിക്കണം, മുട്ട പുഴുങ്ങാനിടണം. ആകെ 2 ഗ്യാസിൻ്റെ ബർണറും 1 ഇൻഡക്ഷനും മാത്രമേ ഉള്ളൂ. ഇതിൽ വേണം ഞാൻ 3 കാര്യങ്ങളും ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ. പടപടവെന്ന് പണി തീർക്കണം. 8 മണിക്ക് 8:15 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചു. പക്ഷേ അതെനിക്ക് വലിയ ടെൻഷനായിട്ട് തോന്നിയില്ല. ഈസി ആൻഡ് കൂളായിട്ട് വലിയ സ്ട്രെസ്സും വലിയ സ്ട്രഗിളും ഇല്ലാതെ പാലപ്പത്തിൻ്റെ പൊടിയെടുത്ത് ചൂടുവെള്ളം എടുത്ത് വേഗം നനച്ച് അതിനെ ഒരു കുഴച്ചെടുത്തു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, കാരണം സമയം പോയിക്കഴിഞ്ഞാൽ പണി കിട്ടും. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് രാവിലെ. 15 മിനിറ്റിനുള്ളിൽ ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കണം. പടപടയെന്ന് പൊടിയെടുത്തു, ചൂടുവെള്ളം ഒഴിച്ചു, കുഴച്ചു. അങ്ങനെ അത് ഏകദേശം തേങ്ങയൊക്കെ പെട്ടെന്ന് പൊട്ടിച്ച് ചിരുകിയിട്ട് എന്നിട്ട് ഗ്യാസിൽ ഇടിയപ്പം സെറ്റായി. ഒരു തട്ട് സെറ്റായി വന്നപ്പോഴത്തേക്ക് ബെഡ്റൂമിൽ നിന്നൊരു വിളി വരുന്നു, എനിക്കിന്ന് ഓട്സ് മതി എന്ന്. കാരണം വേറൊന്നുമല്ല, ഞാൻ ആ സമയമില്ലാത്ത സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കാൻ ചാടി എഴുന്നേറ്റു. അപ്പം അതിനെ പിന്തിരിപ്പിക്കാനുള്ളൊരു ശ്രമമായിരുന്നു പുറകിൽ നിന്ന്. പക്ഷേ ഞാൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അടുക്കളയിൽ നിൽക്കുന്നുണ്ട്. ആ വർക്കിൽ കുറച്ച് ഇതായതുകൊണ്ട് ഞാനങ്ങ് മൈൻഡ് വിട്ടു. അങ്ങനെ ലിമിറ്റഡ് സമയം കൊണ്ട് പെട്ടെന്ന് ഈ ഇരിക്കുന്ന ഇടിയപ്പം ഉണ്ടാക്കി. കാരണം ഇതൊരു പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു. മാവ് വളരെ കുറച്ചായിരുന്നു എടുത്തത്, പക്ഷേ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതലായി. അപ്പം കുളിക്കാനായിട്ട് ഫ്രണ്ടിൽ വന്ന് ഏതാണ്ട് എടുക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഓട്സ് മതിയായിരുന്നു. ഞാൻ പറഞ്ഞു, മിണ്ടിപ്പോകരുത്, ഓട്സ് മര്യാദയ്ക്ക് ഇത് കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ തല ഞാൻ തല്ലി പൊളിക്കുമെന്ന് വരെ പറഞ്ഞു. കാരണം ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പമാണ്. എന്തായാലും പാവം ഒരു 6-7 ഇടിയപ്പത്തിൽ കൂടുതൽ കഴിച്ചു. കാരണം ലിമിറ്റഡ് ആഹാരമാണ് മോർണിംഗ് ടൈമിൽ. 1-2 ദോശ അല്ലെങ്കിൽ 1-2 ഇഡലി, അതിൽ കൂടുതലാണ്. കാരണം ഇന്ന് എന്നെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഫുള്ള് കഴിച്ചിട്ട് പോയി. കാരണം സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്കൊരു കോംപ്ലിമെൻറ്റും കിട്ടി, എൻ്റെ കൊച്ചു കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റാണെന്ന്. അങ്ങനെ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സും മുട്ടയും ഒന്ന് ചീറ്റി. നേരെ അത് ഇടിയപ്പവും മുട്ടക്കറിയായി. മുട്ടക്കറി ഉണ്ടായിരുന്നു, തീർന്നതാണ്. എന്തായാലും വലിയൊരു പ്രശ്നം പിടിച്ച ദിവസം വളരെ ഈസി ആൻഡ് സ്മൂത്തായിട്ട് പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു.